നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് ഇടവൻ രാശിക്കാരുടെ ഓഗസ്റ്റ് 2 മുതൽ ഓഗസ്റ്റ് 9 വരെയുള്ള വാരഫലം നമുക്ക് വിശദമായി നോക്കാം. ഇടവൻ രാശി കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരം 1, 2 പാദം. ഈ ആഴ്ച ഇടവം രാശിക്കാർക്ക് വളരെ നിർണായകമായ ഒരു വഴിത്തിരിവ് സംഭവിക്കാനിടയുള്ള ആഴ്ചയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി മനസ്സിനെ അലട്ടിയിരുന്ന ചില കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കാൻ ഈ വാരം തുടങ്ങും. ശുക്രന്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും കാരണം ജീവിതത്തിൽ സ്ഥിരതയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്ന ദിവസങ്ങളാണിത്. ഓരോ അവസരവും ശരിയായ സമയത്ത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഭാഗ്യം പൂർണ്ണമായി അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. ഈ ആഴ്ച നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം അടുത്ത കുറച്ചു മാസങ്ങളുടെ വിജയത്തിന് അടിത്തറയാകാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം അവസാനം പറയുന്ന ഒരു പരിഹാരം നിങ്ങളുടെ ഭാഗ്യവാതിൽ കൂടുതൽ തുറക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ജോലി ചെയ്യുന്ന ഇടവം രാശിക്കാർക്ക് ഏറെ അനുകൂലമായ ഒരു ആഴ്ചയാണ്. ഓഫീസിൽ നിങ്ങളുടെ കഴിവ് ഈ വാരം അംഗീകരിക്കപ്പെടും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനമോ പുതിയ ഉത്തരവാദിത്വമോ ഈ വാരം നിങ്ങൾക്ക് ലഭിക്കാം. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമായ സൂചനകൾ കാണുന്നു. തൊഴിൽ മാറ്റം ആലോചിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ഈ വാരം മുന്നിലെത്തും. എന്നാൽ ആവേശത്തിൽ തീരുമാനം എടുക്കാതെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഉപഭോക്താക്കളും പുതിയ കരാറുകളും ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. നിർത്തിവച്ചിരുന്ന ഒരു പദ്ധതി വീണ്ടും ആരംഭിക്കാൻ സാഹചര്യം ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ പരസ്പര വിശ്വാസം നിലനിർത്തിയാൽ ഈ വാരം ലാഭം വർദ്ധിക്കുന്നു. ചെലവുകൾ നിയന്ത്രിച്ചാൽ വരുമാനം കൂടുതൽ ഫലപ്രദമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ ആഴ്ച നല്ല പുരോഗതി കാണാം. കുടിശ്ശികയായി കിടന്നിരുന്ന പണം മുഴുവൻ തിരികെ ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. പുതിയ വരുമാന മാർഗം തുറക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. അനാവശ്യ ആഡംബര ചെലവുകൾ ഈ വാരം ഒഴിവാക്കേണ്ടതാണ്. വലിയ നിക്ഷേപങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളുടെയും വിദഗ്ധരുടെയും അഭിപ്രായം ഈ വാരം നിങ്ങൾ തേടേണ്ടതാണ്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ഈ വാരം ഉണ്ടാകും. വീട്ടിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കുന്നതായി കാണുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ ചെറിയ തെറ്റിദ്ധാരണകൾ ഈ വാരം അവസാനിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും കൂടുതൽ ശക്തമാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഈ വാരം നല്ല വാർത്ത കേൾക്കാൻ സാധ്യത കാണുന്നു. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമാണ്. മനസ്സിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾ ഈ വാരം മാറിക്കിട്ടും. പരസ്പര വിശ്വാസം ഈ വാരം വർദ്ധിക്കും. അനാവശ്യ സംശയങ്ങൾ ബന്ധത്തിൽ കൊണ്ടുവരാതിരിക്കാൻ ഈ വാരം ശ്രദ്ധിക്കണം. തുറന്ന മനസ്സോടെ ഈ വാരം സംസാരിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി കൈവരിക്കാൻ ഈ വാരം സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത്
അധ്യാപകരുടെ സഹായം ഈ വാരം നിങ്ങൾക്ക് ലഭിക്കും. ഏകാഗ്രത നിലനിർത്തിയാൽ ഈ വാരം നിങ്ങൾക്ക് മികച്ച വിജയം സ്വന്തമാക്കാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ആശങ്കയും ഈ ആഴ്ച വേണ്ട. ഉറക്കക്കുറവും അമിതമായ മാനസിക സമ്മർദ്ദവും ഈ വാരം ഒഴിവാക്കേണ്ടതാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുകയും മതിയായ വിശ്രമം എടുക്കുകയും ഈ വാരം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കാതെ ആവശ്യമായ ചികിത്സ ഈ വാരം തേടാൻ. വിദേശയാത്രയോ വിദേശ തൊഴിലവസരമോ കാത്തിരിക്കുന്നവർക്ക് ഈ വാരം അനുകൂല വാർത്ത ലഭിക്കാൻ സാധ്യത കാണുന്നു. അപേക്ഷകൾ സമർപ്പിച്ചവർ അനുകൂലമായ മറുപടി ഈ വാരം ലഭിക്കാം. യാത്രകൾ ഈ വാരം ഫലപ്രദമാകും. ഈ ആഴ്ച ചിലർ നിങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിച്ചേക്കാം. നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്ന ആളുകൾ ചുറ്റും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ സ്വകാര്യ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കാതിരിക്കുക. നിങ്ങളുടെ പദ്ധതികൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് ഈ വാരം നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ ആഴ്ചയിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസങ്ങൾ തിങ്കളാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച എന്നിവ ആയിരിക്കും. പ്രധാന കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ആരംഭിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗ്യനിറം വെള്ളയും ഇളം പച്ചയും ആണ്. ഭാഗ്യസംഖ്യ 6ഉം 9ഉം. ആത്മീയമായി ഈ ആഴ്ച വളരെ ശക്തമാണ്. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും വെള്ളപ്പൂ സമർപ്പിക്കുകയും ചെയ്യുന്നത് ശുഭഫലം വർദ്ധിപ്പിക്കും. എല്ലാ ദിവസവും രാവിലെ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം 21 പ്രാവശ്യം ജപിക്കുക. ശിവക്ഷേത്ര ദർശനവും നന്ദിക്ക് പുല്ല് സമർപ്പിക്കുന്നതും ഈ വാരം ഭാഗ്യവർദ്ധനവിന് സഹായകരമാകും. കഴിയുമെങ്കിൽ ദരിദ്രർക്കോ ക്ഷേത്ര ദർശനത്തിനോ ചെറിയ അന്നദാനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കുറയ്ക്കാൻ ഇത് നിങ്ങൾക്ക് സഹായകരമാകും. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ സന്ദേശം: നിങ്ങളുടെ ക്ഷമയ്ക്ക് ഫലം ലഭിക്കാൻ പോകുന്ന ഒരു വാരമാണ്. ഏറെ നാളായി കാത്തിരുന്ന ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വാരം കടന്നു വരും. അത് തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ ഈ ആഴ്ച പുതിയ വിജയത്തിൻ്റെ തുടക്കമാകും. ദൈവവിശ്വാസം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു അനുഗ്രഹീതമായ ആഴ്ചയായിരിക്കും ഇത്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഓം മഹാലക്ഷ്മി നമ എന്ന് കമൻറ്റ് ചെയ്യൂ. അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.